യേശുവേ സ്തോത്രം 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 സ്തോത്രം. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. സ്തോത്രം സ്തോത്രം. ഹാലേലൂയ ഹാലേലൂയ. രാജാതി രാജവേ ഞങ്ങളൊക്കെ സ്തുതിക്കുന്നു. കർത്താതി കർത്തവേ ഞങ്ങളൊക്കെ സ്തുതിക്കുന്നു. ഹാലേലൂയ ഹാലേലൂയ. നന്ദി പിതാവേ, നന്ദി പിതാവേ, നന്ദിയോടെ സ്തുതിക്കുന്നു. സ്തോത്രം സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ പരിശുദ്ധനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ദിവസത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസം കൂടെ സ്വർഗത്തിലെ ദൈവം നമ്മുടെ ജീവിതത്തെ ദാനമായി തന്നതിനെ ഓർത്ത് നന്ദി നിറഞ്ഞ ഹൃദയത്തോട് ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഒരു ദിവസം കൂടെ ലൈവിൽ കടന്നു വന്ന് ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനവുമായിട്ട് പ്രിയ ദൈവമക്കളുടെ മധ്യത്തിലായിരിക്കാൻ സർവ്വകൃപാലുവായിരിക്കുന്ന ദൈവം അടിയന്റെ ജീവിതത്തിൽ ഒരുക്കി തന്ന അവസരത്തിനായിട്ട് ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ലൈവ് വാച്ച് ചെയ്യുന്ന എല്ലാ പ്രിയ ദൈവമക്കളെയും കർത്താവ് യേശു ക്രിസ്തുവിന്റെ നിസ്തുല നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. കഴിഞ്ഞ ദിനരാത്രി നാം ആയിരുന്നിടത്തൊക്കെയും നമ്മെ കാത്തു പരിപാലിച്ച ദൈവത്തിന്റെ കൃപയ്ക്കായി വിശ്വസ്തതയ്ക്കായി നമുക്ക് സ്തുതിക്കാം, ദൈവത്തെ മഹത്വപ്പെടുത്താം. നമ്മുടെ കണ്ണിനെ കണ്ണുനീരിൽ നിന്നും കാന്യ വീഴ്ച നിന്നും പ്രാണനെ മരണത്തിൽ നിന്നും വിടുവിച്ച അരുമരക്ഷയെ സ്തുതിക്കാം. ഹല്ലേലൂയ. അത് ഓരോ ദിവസവും ഓരോ നിമിഷവും നമ്മെ കരം പിടിച്ച് നടത്തുന്ന ആ ദൈവത്തിന്റെ കൃപയ്ക്കായിട്ട്, ദൈവത്തിന്റെ കരുതനായിട്ട് നന്ദിയോടെ നമുക്ക് ദൈവത്തിന്റെ പാദപീഠത്തിലായിരിക്കാം. ഈ പൽക്കാലം സർവശക്തനായ ദൈവം നമ്മുടെ കൂടെ ഇരുന്ന് ഞാൻ നിനക്ക് മുമ്പായി കടന്നു പോയി, ഞാൻ നിന്റെ കൂടെ ഇരിക്കും, നീ ഭയപ്പെടേണ്ട, ഭ്രമിച്ചു പോകേണ്ട എന്നറിയിച്ചത് നമുക്ക് വേണ്ടതൊക്കെയും ആലോചന പറഞ്ഞു തന്ന് നമ്മെ പരിപാലിച്ച് ജയത്തോടെ നമ്മെ നടത്തുവാനായിട്ട് ഇടയത്തിരും. ആ സർവശക്തനായ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. ദൈവവചന ചിന്തയിലേക്ക് കടന്നു വരാം. സ്തോത്രം. ഇപ്പോൾക്കാലം പ്രിയ ദൈവമക്കളെ, വിശ്വസിച്ച നീ ദൈവത്തിന്റെ മഹത്വം കാണും. ഈ പൽക്കാലം സ്തോത്രം. ഹല്ലേലൂയ. കർത്താവിന്റെ വാക്കിന്റെ മുമ്പിൽ കർത്താവ് നമ്മോട് അരുളി ചെയ്തതായ ആ ദൈവത്തിന്റെ വാക്കിൽ നാം വിശ്വസിക്കുവാൻ തയ്യാറാകുന്നുവെങ്കിൽ സാധ്യതകൾ കാണത്തില്ലായിരിക്കാം, സാഹചര്യങ്ങൾ കാണത്തില്ലായിരിക്കാം, പക്ഷെ നാം വിശ്വസിക്കുവാൻ തയ്യാറാകുന്നുവെങ്കിൽ ഈ പകൽക്കാലം ദൈവത്തിന്റെ മഹത്വം നാം കാണുവാനായിട്ട് ഇടയായിത്തീരും. സ്തോത്രം. യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിലേക്ക് കടന്നു വരുമ്പോൾ അതിന്റെ 11-ാം അധ്യായം 40-ാം വാക്യത്തിൽ ഇപ്രകാരം കാണുവാൻ സാധിക്കുന്നു. യേശു അവളോട്, വിശ്വസിച്ച നീ ദൈവത്തിന്റെ മഹത്വം കാണും എന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലയോ എന്ന് പറഞ്ഞു. ആമീൻ. സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ട തിരുവചന വേദഭാഗത്തിനായിട്ട് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഈ ഭാഗം നമുക്ക് ഒത്തിരി സുപരിചിതമായ ഭാഗമാണ്, നമുക്കറിയാന്നുള്ള ഭാഗമാണ്. പക്ഷേ ഈ പകൽക്കാലം സ്തോത്രം ഹല്ലേലൂയ, ഈ ദൂത് എന്ന് പറയുന്നത് എല്ലാവർക്കും വേണ്ടിയായിട്ടുള്ളതല്ല. സ്തോത്രം. വ്യക്തിപരമായിട്ട് അവിടെ നമുക്കറിയാം, ലാസറിന്റെ മറ്റൊരു സഹോദരിയുണ്ട്, ലാസറിന്റെ പ്രിയപ്പെട്ടവരൊക്കെ ബാക്കിയുള്ളവരെല്ലാം അവിടെ കാണും. പക്ഷേ അവരോടെല്ലാം യേശു കർത്താവ് പറഞ്ഞില്ല. പക്ഷെ അവളോട് അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു. യേശു അവളോട്, വിശ്വസിച്ച നീ ദൈവത്തിന്റെ മഹത്വം കാണും. ഈ പകൽക്കാലം പ്രിയ ദൈവ പൈതലെ, നാം ആര് കർത്താവിൽ വിശ്വസിക്കുവാൻ തയ്യാറാക്കുന്നു അവർ ദൈവത്തിന്റെ മഹത്വം കണ്ടു തുടങ്ങും. സ്തോത്രം. ഹല്ലേലൂയ. നാം കർത്താവിൽ വിശ്വസിക്കുക, നമ്മുടെ അടുത്തിരിക്കുന്നവർ വിശ്വസിക്കുന്നു, നമ്മുടെ കൂടെയുള്ളവർ വിശ്വസിക്കുന്നു, അത് നമ്മുടെ വിഷയമല്ല. നാം കേട്ട ദൈവശബ്ദത്തിന്റെ മുമ്പാകെ നാം വിശ്വസിക്കുവാൻ തയ്യാറാക്കുന്നുവെങ്കിൽ ഈ പകൽക്കാലം നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് 4 നാളായതായിരിക്കാം, നാറ്റം വച്ചതായിരിക്കാം. ഇനി ആ വിഷയത്തിനകത്ത് ഒരു മറുപടി വെളിപ്പെട്ടു വരുവാനായിട്ട് സാധ്യതയില്ലെന്ന് ലോകം ഒരുപോലെ പറഞ്ഞ് ലോകം ആ വിഷയത്തെ മടക്കി കളഞ്ഞു കാണുമായിരിക്കും. പക്ഷേ നിനക്ക് വേണ്ടി ആ വിഷയത്തെ ദൈവം തവരെ നിവർത്തുവാനായിട്ട് ഇടയത്തിര, ആ വിഷയത്തെ ദൈവം നിങ്ങൾക്ക് വേണ്ടി മടക്കി തരുവാനായിട്ട് ഇടയത്തിര, ദൈവത്തിന്റെ കരം നിങ്ങൾക്ക് വേണ്ടി ചലിക്കുവാനായിട്ട് ഇടയത്തിര. പ്രിയ ദൈവമക്കളെ, കർത്താവ് നിന്നെ കുറിച്ച് ഒന്ന് നിരൂപിച്ചിട്ടുണ്ടെങ്കിൽ ആ നിരൂപണങ്ങളെ ആർക്കും തടയുവാനായിട്ട് കഴിയില്ല. കർത്താവ് നിനക്ക് വേണ്ടി ഒരു പ്രവൃത്തി ചെയ്യുവാൻ, നിനക്ക് വേണ്ടി ഒരു ദൈവത്തിന്റെ മഹത്വത്തെ വെളിപ്പെടുത്തുവാൻ കർത്താവ് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ഈ ലോകത്തിലെ ഒരു ശക്തിക്കും ഹല്ലേലൂയ ഈവൻ മരണത്തിനു പോലും അതിനെ തൊടാനായിട്ട് കഴിയത്തില്ല. ദൈവത്തിന്റെ മഹത്വം അതിൻ്റെതായ രീതിയിൽ വെളിപ്പെട്ടു വരുവാനായിട്ട് ഇടയായി തീരും. സ്തോത്രം. ഈ ഭാഗത്തിന്റെ ആരംഭത്തിലേക്ക് നമുക്ക് കടന്നു വരുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. തനിക്ക് പ്രിയപ്പെട്ട ഒരു കുടുംബമായിരുന്നു ലാസറിന്റെ ഭവനമെന്ന് നമുക്ക് തിരുവചനത്തിൽ കാണുവാൻ സാധിക്കുന്നു. അതിന്റെ 11-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ആ ഭവനത്തിനകത്ത് തനിക്ക് അവിടെ 3-ാം വാക്യത്തിൽ കാണുവാൻ സാധിക്കുന്നു. ആ സഹോദരിമാർ അവന്റെ അടുക്കൽ അളയിച്ചു, കർത്താവേ നിനക്ക് പ്രിയനായവൻ ധീരമായി കിടക്കുന്നു എന്ന് പറയിച്ചു. ഹല്ലേലൂയ. അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു യേശു കർത്താവിന്റെ പ്രിയനായവനാണെന്ന് ഒരു തിരിച്ചറിവ് മാർത്തയ്ക്കും മറിയയ്ക്കും ഉണ്ടായിരുന്നു ലാസറിനെ പറ്റി. ഹല്ലേലൂയ. അങ്ങനെ ഈ പകൽക്കാലം ഞാൻ പറയട്ടെ, സ്തോത്രം, നമ്മുടെ ജീവിത
ജീവിതത്തിനകത്ത് ചിലതൊക്കെ കടന്നു വരുമ്പോ നമ്മുടെ കൂടെ നിൽക്കുന്നവർ മറ്റുള്ളവർക്ക് മനസ്സിലാക്കണം, ഞാനും നിങ്ങളും കർത്താവിന് പ്രിയനായവനാന്ന്. ഹല്ലേലൂയ. ആ ഒരു ആത്മതലത്തിലേക്ക്, കർത്താവുമായിട്ടുള്ള ഒരു ബന്ധത്തിലേക്ക് പ്രിയ ദൈവമക്കളെ ഞാനും നിങ്ങൾ കയറുവാനായിട്ട് ഇടയായി തീർണം. സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെ നമ്മുടെ ജീവിതത്തെ മാറ്റുവാനായിട്ട് ഇടയായി തീർണം. യേശുക്രിസ്തുവിന്റെ രൂപം, യേശുക്രിസ്തുവിന്റെ ഭാവം, യേശുക്രിസ്തുവിന്റെ സംസാരം, യേശുക്രിസ്തുവിന്റെ നടത്ത, അത് നമ്മുടെ ജീവിതത്തിൽ, അതാണ് സ്തോത്രം നമുക്ക് തിരുവചനത്തിൽ കാണുന്നു. പത്രോസിന്റെ ജീവിതത്തിൽ ടെംപ്റ്റേഷൻ കടന്നു വന്നപ്പോ ആ ക്രൂശീകരണത്തിന് തൊട്ടു മുമ്പായിട്ട് പത്രോസ് പലയിടങ്ങളിൽ മാറിയപ്പോ പലയിടത്തും അവന്റെ അടുത്ത് ചെന്ന ഒരു കാര്യമാണ്, നീ അവനോട് കൂടെ നടന്നവൻ, നീ അവനോട് കൂടെ സംസാരിച്ചവൻ, ഇങ്ങനെയൊക്കെ പറഞ്ഞാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്, തിരിച്ചറിയുവാനായിട്ട് കഴിഞ്ഞു. ഇവൻ പത്രോസ് യേശുക്രിസ്തുവിന്റെ കൂടെ നടന്ന വ്യക്തിയെന്ന് ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. മാർത്തയും മറിയം പറയുന്ന ഒരു കാര്യമുണ്ട്, അവന്റെ സഹോദരിമാര് അവരോട് പറയുന്ന ഒരു കാര്യമുണ്ട്, കർത്താവേ നിനക്ക് പ്രിയനായവൻ ദീനമായി കിടക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ സ്തോത്രം. നമുക്ക് എത്ര പേർക്ക് ഉറപ്പുണ്ട്, ഞാൻ കർത്താവിന് പ്രിയനായവനാണ്, ഞാൻ കർത്താവിന് പ്രിയനായവനാണ്. ഹല്ലേലൂയ. ആ ഒരു ബന്ധത്തിലേക്ക് സ്തോത്രം നമുക്ക് കയറാൻ കഴിഞ്ഞ പ്രിയ ദൈവമക്കളെ നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുന്നത് സാധാരണ ഒരു പ്രവൃത്തിയായിരിക്കില്ല, കർത്താവിന്റെ മഹത്വമായിരിക്കും. സ്തോത്ര. ഹല്ലേലൂയ. ആ ഒരു ദൈവ പ്രവൃത്തി നമ്മുടെ ജീവിതത്തെ നിശ്ചയമായിട്ട് വെളിപ്പെടണമെങ്കിൽ നാം കർത്താവിന് പ്രിയനായിട്ട്, കർത്താവിന് പ്രിയപ്പെട്ടവളായിട്ട് നാം നടക്കുവാനായിട്ട് ഇടയേക്കണം. ഈ ഒരു തിരിച്ചറിവാണ് മാർത്തയും മറിയം പറയുന്നത്, നിനക്ക് പ്രിയനായവൻ ദീനമായി കിടക്കുന്ന. സ്തോത്രം. അടുത്ത് കാണുന്നു, യേശു അത് കേട്ടിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ ദീന മരണത്തിനായിട്ടല്ല, ദൈവപുത്രൻ മഹത്വപ്പെടേണ്ടതേ ദൈവത്തിന്റെ മഹത്വത്തിനായിട്ടത്രേ. അങ്ങനെ ഈ പൽക്കാലം ഞാൻ പറയട്ടെ, കർത്താവിന് പ്രിയനായവന്റെ ജീവിതത്തിൽ നടക്കുന്ന വിടുതലുകളൊക്കെയും ദൈവപുത്രൻ മഹത്വപ്പെടുന്നതിനും ദൈവത്തിന്റെ മഹത്വത്തിനും വേണ്ടി ആയിരിക്കും. സ്തോത്ര. ഹല്ലേലൂയ. ഞാൻ കർത്താവിന് പ്രിയനായവനാണല്ലോ, എന്തുകൊണ്ട് എന്റെ ജീവിതത്തിൽ ഈ വേദന, ഈ രോഗങ്ങൾ, ഈ ബുദ്ധിമുട്ടുകൾ, ഈ ഞെരുക്കങ്ങൾ എന്ന് പറയുമ്പോ പ്രിയ ദൈവമക്കളെ, നീ പ്രിയനായെന്നും നടന്നെന്ന് പറഞ്ഞാൽ മാത്രം പോരാ, അതെന്റെ കർത്താവിന് തെളിയിക്കുവാനായിട്ടുണ്ട്. നിന്റെ കുടുംബത്തിന് വേണ്ടി കർത്താവിന് ചിലത് തെളിയിക്കുവാനായിട്ടുണ്ട്. ഹല്ലേലൂയ. ഈ പകൽക്കാലം സ്തോത്ര. ഹല്ലേലൂയ. നീ കർത്താവിന് വേണ്ടി വാതിൽ തുറന്നു കൊടുത്തപ്പോ, നീ കർത്താവിന് വേണ്ടി ഹൃദയത്തെ തുറന്നു കൊടുത്തപ്പോ, നിന്റെ ഭവനത്തെ തുറന്നു കൊടുത്തപ്പോ പലരും പറഞ്ഞില്ലേ, നിനക്ക് എന്ത് കിട്ടുവാനാ, നിനക്കൊണ്ട വലിയ പദവികളൊക്കെ വിട്ടിട്ടായിരിക്കും നീ ഇതൊക്കെ ഇറങ്ങി തിരിച്ചത്, നീ തിരിച്ചു മടങ്ങി വരുമെന്നും നിന്നെ സഹായിക്കാൻ ആരുമില്ല എന്നൊക്കെ പറഞ്ഞ ചില വാക്കുകൾ നിന്നെ വേദനിപ്പിച്ച് കാണുമായിരിക്കും. പക്ഷേ പ്രിയ ദൈവ പൈതലേ, ഈ പകൽക്കാലം ഞാൻ വിളിച്ചു പറയട്ടെ, കർത്താവിന് നീ പ്രിയനാകുന്ന അനുഭവത്തിലേക്ക് കയറി കഴിഞ്ഞാൽ ദൈവത്തിന്റെ മഹത്വം നിന്റെ മേൽ വെളിപ്പെടുത്തി ദൈവം നിന്നെ മാനിക്കുവാനായിട്ട് ഇടയായി തീരും. സ്തോത്രം. ഇവിടെ യേശു കർത്താവ് പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ ദീന മരണത്തിനായിട്ടല്ല. അങ്ങനെ ഈ പകൽക്കാലം ഇന്ന് ഈ ശബ്ദം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോ പരിശുദ്ധാത്മാവ് ഞാൻ വിളിച്ചു പറയട്ടെ, നിന്റെ ജീവിതത്തിൽ ഇന്ന് കടന്നു വന്ന പ്രതിസന്ധി, ഇന്ന് കടന്നു വന്ന ചില രോഗം, ഇന്ന് കടന്നു വന്ന ചില സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ, അതെ നീ അനുഭവിക്കുന്ന ചില ഒറ്റപ്പെടലുകൾ, നിങ്ങൾ അനുഭവിക്കുന്ന ചില അവഗണനകൾ, നിങ്ങൾ തകർന്നു പോകുവാനല്ല, നിങ്ങൾ ഇല്ലായ്മയായി പോകുവാനല്ല, മറിച്ച് അതിനകത്ത് സ്തോത്രം എന്റെ ദൈവത്തിന്റെ നാമ മഹത്വത്തിനു വേണ്ടി എത്ര സ്തോത്രം നീ ഉറച്ചു നിൽക്കുവാൻ തയ്യാറാകുമ്പോ സാധ്യതകൾ അസ്തമിക്കുന്ന ഇടത്തും എന്റെ കർത്താവിന്റെ കരം നിനക്ക് വേണ്ടി ചലിക്കാം. മഹത്വമായവൻ നിനക്ക് വേണ്ടി ഇറങ്ങി വരും. മഹത്വമായവന്റെ മഹത്വം. ഹല്ലേലൂയ. അതേ സ്തോത്രം. മഹത്വങ്ങളിൽ വസിക്കുന്ന യേശു കർത്താവിന്റെ മഹത്വം നിങ്ങളുടെ തലമുറയ്ക്കകത്ത് വെളിപ്പെടുവാനായിട്ടിടയായി തീരും. സ്തോത്രം. ഹല്ലേലൂയ. ഇന്നത്തെ സാഹചര്യത്തെ ഓർത്ത് ഭാരപ്പെടണ്ട. അതേ സ്തോത്രം. സാഹചര്യങ്ങൾ പലതിന് അകത്തും അടയ്ക്കപ്പെടുവാൻ, ഒതുക്കി വയ്ക്കുവാൻ നോക്കുമ്പോ അതിനകത്തുനിന്ന് പുറത്തു കൊണ്ട് വരുവാൻ കഴിയുന്നവന്റെ മഹത്വം നിനക്ക് വേണ്ടി ചലിക്കാൻ പോകുന്നത്. സ്തോത്രം. അടച്ച് അതിനകത്ത് വച്ചു കഴിയുമ്പോ ഇനി ആ ചാപ്റ്റർ ക്ലോസ് ചെയ്ത് എല്ലാവരും ആ സബ്ജക്റ്റിനെ മടക്കിക്കളയും. പക്ഷേ ലോകം മടക്കിക്കളയുമ്പോ, ലോകം അവസാനിച്ചു എന്ന് പറഞ്ഞ് ക്ലോസ് ചെയ്ത് കഴിയുമ്പോ അതിനെ തുറക്കുവാൻ കഴിയുന്നവൻ ആ മടക്കി വച്ചതിനെ തിരിച്ച് ജീവിതത്തിന് വേണ്ടി വീണ്ടും കൊടുക്കുവാൻ അധികാരമുള്ളവനത്രേ നമ്മുടെ യേശു കർത്താവ്. ഹല്ലേലൂയ.
മരണവും അധികാരവും മരണത്തിന് ജീവനിലേക്ക് കൊണ്ടുവരുവാൻ അധികാരമുള്ളവൻ, സകലതിന്മേൽ അധികാരമുള്ളവൻ, സ്തോത്രം, നമുക്ക് വേണ്ടി ജീവിക്കുന്നുണ്ട്. ഹല്ലേലൂയ. പ്രിയതേ മക്കൾ, ഇവിടെ വചനത്തിൽ വ്യക്തമായി പറയുന്നുണ്ട്, സ്തോത്രം, ദൈവപുത്രൻ മഹത്വപ്പെടേണ്ടതിനെ ദൈവത്തിന്റെ മഹത്വത്തിനായിട്ടത്രേ എന്ന് പറഞ്ഞു. എന്നിട്ട് അടുത്ത വാക്യത്തിൽ കാണുന്നു, യേശു മാർത്തയും അവളുടെ സഹോദരിയെയും ലാസറിനെ സ്നേഹിച്ചു. ഹല്ലേലൂയ. നാം കർത്താവിന് പ്രിയനായി തീരുമ്പോ പ്രിയ ദൈവമക്കളെ യേശു കർത്താവ് നമ്മെ സ്നേഹിക്കും. ഹല്ലേലൂയ. ഇപ്പോൾ എത്ര പേർക്ക് വിശ്വാസമുണ്ട് യേശു കർത്താവ് എന്നെ സ്നേഹിക്കുന്നുണ്ട്? ഹല്ലേലൂയ. പ്രിയ ദൈവമക്കൾ, അതുകൊണ്ടാ ഒത്തിരി അനർത്ഥങ്ങൾ, ഒത്തിരി പ്രയാസങ്ങൾ, ഒത്തിരി രോഗങ്ങൾ, വേദനകളൊക്കെ കടന്നു വന്നിട്ടും, സ്തോത്രം, നാം നശിച്ചു പോകാതെ ഇരുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ട് വചനത്തിൽ പറയുന്നത്, സ്തോത്രം, തന്റെ ഏകജാതനെ പുത്രനെ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ഹല്ലേലൂയ. തന്റെ പുത്രൻ, ഹല്ലേലൂയ, പിതാവ് നമ്മെ സ്നേഹിച്ചതുപോലെ തന്റെ പുത്രൻ തന്റെ ജീവന് നമുക്ക് വേണ്ടി തന്ന് തന്നോടുള്ള സ്നേഹത്തെ വെളിപ്പെടുത്തി. അങ്ങനെ ഈ പ്രിയ ദൈവമക്കളെ, ആ സ്നേഹത്തിന് പകരം വയ്ക്കുവാൻ, ആ സ്നേഹത്തിന് തുല്യമെന്ന് പറയുവാൻ ഈ ലോകത്തിലെ യാതൊന്നും ഇല്ല. സ്തോത്രം. യേശു കർത്താവ് എന്നെ സ്നേഹിക്കുക, നമ്മുടെ കുടുംബത്തെ സ്നേഹിക്കുക. ഇത് ലൈവ് വാച്ച് ചെയ്യുന്ന ഓരോ പ്രിയപ്പെട്ടവരെ എന്റെ യേശു കർത്താവ് സ്നേഹിക്കുക. സ്തോത്രം. ഹല്ലേലൂയ. നമുക്കറിയാം, നമുക്ക് ഒരാളിനോട് സ്നേഹമുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി നമ്മൾ എന്തും ചെയ്യുവാൻ തയ്യാറായിട്ട് നിൽക്കും. നമ്മുടെ സമയം എത്ര വേണമെങ്കിലും അവർക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യാൻ നിൽക്കും. എന്നാ അതൊക്കെ ഒരേ, സ്തോത്രം, ഈ ലോകത്തിലെ ഒരു സ്നേഹമായിരിക്കുമ്പോ ഒന്നും പ്രതീക്ഷിക്കാതെ സ്വന്തം ജീവനെ നമുക്ക് വന്ന് തന്ന് നമ്മെ സ്നേഹിച്ച ആ സ്നേഹം, ഹല്ലേലൂയ, നമുക്ക് വേണ്ടി എന്തും ചെയ്യാൻ സ്വന്തം പുത്രനെ നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോട് കൂടെ സകലതും നമുക്ക് തരാതിരിക്കുമോ എന്ന വചനത്തിൽ കാണുന്നത്. അങ്ങനെ ഈ പകൽക്കാലം പ്രിയ ദൈവമക്കളെ, നമ്മെ സ്നേഹിച്ച് നമ്മോടൊപ്പം നടക്കുവാൻ ആഗ്രഹിക്കുന്ന യേശു കർത്താവിന്റെ കൂടെ ഈ പകൽക്കാലം നടക്കാം. ചില മഹത്വങ്ങൾ നമ്മുടെ മേൽ ചലിക്കുവാനായിട്ട് ഇടയിച്ചില്ല. ദൈവ പ്രവൃത്തി നമ്മുടെ മേൽ വെളിപ്പെടുവാനായിട്ട് ഇടയായി തീരും. സ്തോത്രം. ഇവിടെ നമുക്ക് കാണുന്നു, തുടർന്നുള്ള ഭാഗങ്ങളിലേക്ക് കടന്നു വരുമ്പോ ലാസർ മരിക്കുവാനായിട്ട് ഇടയായി തീർന്നു. എന്നാൽ യേശു കർത്താവ് എന്ത് ചെയ്യുന്നു? അവിടെ നിന്ന് എഴുന്നേറ്റില്ല എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. എന്നാൽ അതിനുശേഷം നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് യേശു കർത്താവ് ആ ഭവനത്തിലേക്ക് കടന്നു വരുവാനായിട്ട് ഇടയായി തീർന്നു. സ്തോത്രം. 39 വാക്യത്തിലേക്ക് എത്തുവാൻ കഴിയുമ്പോ, കല്ല് നീക്കുമേനെന്ന് യേശു പറഞ്ഞു. മരിച്ചവന്റെ സഹോദരിയായ മാർത്ത പറയുന്നൊരു കാര്യമുണ്ട്, കർത്താവെ, നാറ്റം വെച്ച് തുടങ്ങി 4 ദിവസമായല്ലോ എന്ന് പറഞ്ഞു. സ്തോത്രം. പ്രിയതേ മക്കളെ, സ്തോത്രം. ദീനമായി കിടന്നപ്പോഴേ യേശു കർത്താവ് എന്ത് ചെയ്യുന്നു? യേശു കർത്താവിന്റെ അടുക്കൽ ആളയച്ച് പറഞ്ഞതാ, നിനക്ക് പ്രിയനായവൻ ദീനമായി കിടക്കുന്നു എന്ന്. സ്തോത്രം. പക്ഷെ യേശു കർത്താവ് അവിടെ നമുക്ക് കാണുവാൻ സാധിക്കും, എന്നിട്ടും അവൻ ദീനമായി കിടക്കുന്നു എന്ന് കേട്ടിട്ട്, അതിന്റെ തൊട്ടു മുമ്പത്തെ വാക്യം ഞാൻ വായിച്ചത്, മാർത്തയും മറിയയും അവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. ലാസറിനെ സ്നേഹിച്ചു എന്നിട്ട് പറഞ്ഞു എന്നിട്ടും. ഹല്ലേലൂയ. പ്രിയതേ മക്കളെ, ഈ പകൽക്കാലം ഞാൻ പറയട്ടെ, സ്തോത്രം, ചില രോഗങ്ങൾ, പ്രയാസങ്ങളൊക്കെ വരുമ്പോ, ചില പ്രശ്നങ്ങൾ കടന്നു വരുമ്പോ, നാം കർത്താവിനെ സ്നേഹിച്ച് കർത്താവ് നമ്മെ സ്നേഹിക്കുന്നു എന്ന് പറയുമ്പോൾ കർത്താവ് മൗനമായിട്ടിരിക്കുമ്പോ ചിലപ്പോ മനസ്സിന് വേദനയും ടെൻഷനൊക്കെ തോന്നും. എന്നിട്ട് കർത്താവ് ഈ വിഷയത്തിനകത്ത് മറുപടി തന്നില്ലല്ലോ, കർത്താവ് വിഷയത്തെ അനങ്ങിയില്ലല്ലോ എന്ന് ഇവിടെ കാണുവാൻ സാധിക്കുന്നു. യേശു കർത്താവ് ഇവരെ എല്ലാവരെയും സ്നേഹിച്ചു എന്ന് വ്യക്തമായി എഴുതി വച്ചിരിക്കുന്നതിന്റെ തൊട്ട് താഴെ പറയുന്നു, എന്നിട്ടും അവൻ ദീനമായി കിടക്കുന്നു എന്ന് കേട്ടപ്പോ താൻ അന്ന് ഇരുന്ന സ്ഥലത്ത് 2 ദിവസം പാർത്തു. അവിടെ തന്നെ എന്ത് ചെയ്യുന്നു? എന്റെ യേശു കർത്താവ് പാർത്തു. സ്തോത്രം. കാരണം എന്റെ യേശു കർത്താവിന് അറിയാം, സ്തോത്രം, ലാസറിന്റെ ജീവിതത്തിനകത്ത് എന്താ സംഭവിക്കാൻ പോകുന്നത്. പ്രിയ ദൈവമക്കളെ, നമ്മുടെ ഇന്നത്തെ സാഹചര്യമേ നമുക്കറിയാവൂ. ഇന്ന് നാം അനുഭവിക്കുന്ന സിറ്റുവേഷനെ നമുക്കറിയാവൂ. നാളെ അല്ലെങ്കിൽ അടുത്ത നിമിഷം എന്താ നമ്മുടെ ജീവിതത്തിൽ നടക്കേണ്ടതെന്ന് ഹല്ലേലൂയ നമുക്ക് വേണ്ടി സകലതും എഴുതി വച്ചിരിക്കുന്ന ഒരു കർത്താവ് ഉണ്ട്. സ്തോത്രം. അത് നടക്കും. സ്തോത്രം. നമുക്ക് ഇതിന്റെ ക്ലൈമാക്സ് എന്താണ്, അല്ലെങ്കിൽ ഇതിന്റെ അവസാനം എന്താണെന്ന് നമുക്കറിയാത്തത് കൊണ്ട് നമുക്ക് ടെൻഷൻ ഉണ്ടാവും. പക്ഷേ നമ്മുടെ ജീവിതത്തിന്റെ ഉടനീളം, നമ്മുടെ അമ്മയുടെ ഗർഭത്തിൽ നമ്മെ ഉരുവാക്കുന്ന നിമിഷം മുതൽ, സ്തോത്രം, അതിനു മുമ്പേ നമ്മെ കുറിച്ച് എഴുതിയ ദൈവത്തിന് നാം ഓരോ ദിവസം ഏതെല്ലാം രീതി കൂടി കടന്നു പോകും, ഏതെല്ലാം വിഷയത്തിൽ കൂടി കടന്നു പോകും, എപ്പോഴൊക്കെ ദൈവപ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടണം, ഇതെല്ലാം എന്റെ കർത്താവിന്റെ ലിസ്റ്റിനകത്തുണ്ട്. അതുകൊണ്ട് എന്റെ യേശു കർത്താവ് ചെയ്തൊരു കാര്യമുണ്ട്. യേശു കർത്താവ് എന്നിട്ടും അവിടെ തന്നെ ഇരുന്നു എന്ന് കാണുവാൻ സാധിക്കുന്നു. നമുക്ക് കാണുമ്പോൾ തുടർന്നുള്ള ഭാഗങ്ങളിൽ കാണുന്നു, ലാസർ മരിക്കുവാനായിട്ട് ഇടയായി തീർന്നു.
എന്നാ 4-ാം നാൾ യേശു ആ കല്ലറയ്ക്കൽ യേശു അവരുടെ ഭവനത്തിലേക്ക് കടന്നു വരുവാനായിട്ട് ഇടയെത്തുന്നു. അവിടെ കല്ല് നീക്കുവിൻ എന്ന് യേശു കർത്താവ് ആ ഗുഹയ്ക്ക് അടുത്ത് പോയി നിന്നിട്ട് പറയുമ്പോഴാണ് മാർത്ത യേശു കർത്താവിനോട് പറയുന്നത്, കർത്താവെ, നാറ്റം വെച്ച് തുടങ്ങി 4 ദിവസമായല്ലോ. സ്തോത്രം. അവിടെ വേദനയും പരിഭ്രമവും ഒക്കെ നിറഞ്ഞ ഒരു ദിവസം. കാരണം മരിക്കുന്നതിന് മുമ്പേ അറിയിച്ച കാര്യമാണല്ലോ. ഇപ്പൊ മരിക്കുകയും ചെയ്തു, 4 ദിവസം ആയല്ലോ. പ്രിയതേ മക്കളെ, സ്തോത്രം. ഈ രാത്രികാലം ഞാൻ പറയട്ടെ, ചില മറുപടികൾ നാം പ്രതീക്ഷിക്കുന്ന സമയത്ത് കിട്ടാതിരിക്കുമ്പോൾ നമ്മുടെ മനസ്സിനകത്തൊരു വേദന കടന്നു വരും, ചില പരിഭ്രമങ്ങൾ കടന്നു വരും. എന്നിട്ടും കർത്താവ് ചെയ്തില്ലല്ലോ, പ്രവർത്തിച്ചില്ലല്ലോ, മറുപടി തന്നില്ലല്ലോ എന്ന്. സ്തോത്രം. ചിലരുടെ ചോദ്യങ്ങളൊക്കെ മുമ്പിൽ നിൽക്കേണ്ടി വന്നല്ലോ എന്നൊക്കെ ഉള്ള ചില അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരും. പക്ഷെ ഈ പൽക്കാലം ഞാൻ പറയട്ടെ, അവിടെ യേശു കർത്താവ് മറുപടി പറഞ്ഞ ഒരു കാര്യമുണ്ട്. യേശു അവളോട്, വിശ്വസിച്ച നീ ദൈവത്തിന്റെ മഹത്വം കാണും എന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലയോ. സ്തോത്രം. 4 നാളായാലും മരിച്ചു നാറ്റം വച്ചു എന്ന് പറഞ്ഞാലും ഹല്ലേലൂയ അവിടെ കാണുവാനായിട്ട് കഴിയുന്ന ഒരു കാര്യമുണ്ട്. അതേ സ്തോത്രം. നീ വിശ്വസിച്ച ഈ പകൽക്കാലം നിന്നോട് പറഞ്ഞതായ ദൈവ ശബ്ദത്തെ നീ വിശ്വസിക്കുവാൻ തയ്യാറാക്കുന്നുവെങ്കിൽ നിന്റെ ജീവിതത്തിനകത്ത് കർത്താവ് പറഞ്ഞു മുമ്പേ അവന്റെ രാജ്യവും നീതി അന്വേഷിക്കുവാനായിട്ട്. നിന്റെ ജീവിതത്തിനകത്ത് കടന്നു വന്ന ഒരു വിഷയത്തെ നീ മറ്റാരോടും ഷെയർ ചെയ്യാതെ കർത്താവിന്റെ സന്നിധിയിൽ കൊടുത്തപ്പോ നീ കേട്ടതായ ഒരു ഇൻപമേറിയ ശബ്ദം ചിലപ്പോൾ ദൈവശബ്ദം നേരിട്ട് കേട്ട വ്യക്തിയായിരിക്കാം. ദൈവവചനത്തിൽ നിന്ന് ദൈവം നിന്നോട് ഇടപെട്ട് കാണുമായിരിക്കാം. ദൈവമക്കളെ കൂടി ദൈവം നിന്നോട് സംസാരിച്ച് കാണുമായിരിക്കാം. പക്ഷേ സമയങ്ങൾ കഴിയുമ്പോൾ അത് നടക്കാനൊട്ടുള്ള ഒരു സാധ്യതയുമില്ലാതെ അകന്ന് മാറിയെന്നിരിക്കാം. പ്രതീക്ഷയൊക്കെ നഷ്ടപ്പെട്ടെന്നിരിക്കാം. സമ്മർദ്ദങ്ങൾ നിന്നെ പലതിലേക്ക് നയിക്കുന്നുണ്ടായിരിക്കാം. പക്ഷേ നീ കേട്ടതായ ദൈവശബ്ദത്തെ നിറവേറ്റി തരുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട്. അതിനെയാ യേശു കർത്താവ് പറഞ്ഞ നീ വിശ്വസിക്കേ. എന്താ വിശ്വസിക്കേണ്ടത്? ഈ ദീനം മരണത്തിനായിട്ടല്ല, ദൈവനാമ മഹത്വത്തിനായിട്ടൊന്ന് പറഞ്ഞതായ ആ വാക്കിനെ നീ വിശ്വസിക്കുവാൻ തയ്യാറാകുന്നുവെങ്കിൽ നിശ്ചയമായിട്ടും മഹത്വം കാണും. ആ പറഞ്ഞു വിട്ട ആരോട് പറയാൻ പറഞ്ഞു? അവരോട് യേശു കർത്താവ് പറഞ്ഞു. മാർത്തയോടാ പറഞ്ഞത്. ഈ ഒരു ദൂത് കിടക്കുമ്പോഴും യേശു കർത്താവ് ഭവനത്തിൽ വന്ന് കല്ലുരുട്ടി ഗുഹയ്ക്കകത്ത് അടുത്ത് വന്നിട്ട് കല്ലുരുട്ടി മാറ്റാനായിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട്. മരിച്ചു 4 നാളായി, നാറ്റം വെച്ച് തുടങ്ങി. അതിന് മറുപടി ആ നെഗറ്റീവ് വാക്കുകളെ ഖണ്ഡിച്ച് കളഞ്ഞിട്ട യേശു കർത്താവ് പറഞ്ഞത് നീ വിശ്വസിച്ച ദൈവത്തിന്റെ മഹത്വം കാണും. ഈ പകൽക്കാലം പ്രിയ ദൈവ പൈതലേ, ഹല്ലേലൂയ, ദൈവിക ശബ്ദത്തിന് ദൈവിക ദൂതനെതിരായിട്ട് നീ പറയുന്ന ചില വാക്കുകളെ സ്വർഗത്തിലെ ദൈവം ഈ പകൽക്കാലം വേരോടെ പറിച്ചു കളയുവാനായിട്ടിടയത്തിന. ആ ഒരു വാക്ക് നിലനിൽക്കുമ്പോ എന്റെ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടാൻ കഴിയത്തില്ല. ആ ചില വാക്കുകളെ അതെ നമ്മുടെ മൈൻഡ് കൊണ്ട് അടുത്തൊരു സെറ്റപ്പ് ചെയ്ത് ഇനി ഇതേ നടക്കത്തുള്ളൂ എന്ന് പറഞ്ഞ് നീ വച്ചിരിക്കുന്ന ചില സെറ്റപ്പുകളെ എന്റെ കർത്താവ് അതിന് വേരോടെ ഈ പകൽക്കാലം വെട്ടിക്കളഞ്ഞിട്ട് എന്റെ കർത്താവിന്റെ മഹത്വത്തെ ചില വിഷയത്തിനകത്ത് വെളിപ്പെടുത്താൻ പോകുക. അതേ മാർത്ത പറഞ്ഞതായ അതേ 4 ദിവസമായി നാറ്റം വച്ച് തുടങ്ങി എന്ന് പറഞ്ഞ ആ വാക്കുകളെ ക്യാൻസൽ ചെയ്യിപ്പിച്ചുകൊണ്ട് എന്റെ യേശു കർത്താവ് പറഞ്ഞു നീ വിശ്വസിച്ച ദൈവത്തിന്റെ മഹത്വം കാണും. ഈ പകൽക്കാലം സ്തോത്രം. സാഹചര്യങ്ങൾ നോക്കിക്കൊണ്ട് അതേ കടന്നു പോകുന്ന വിഷയങ്ങളുടെ സ്തോത്രം സിറ്റുവേഷനുകളെ നോക്കിക്കൊണ്ട് ഇനി നടക്കത്തില്ല. ആ വിഷയത്തിൽ നടക്കുന്ന സാഹചര്യത്തെ നീ ഉയർത്തി പിടിച്ചു കാണിച്ചു കൊണ്ടിരിക്കുമ്പോ ഈ പകൽക്കാലം പരിശുദ്ധാത്മാവ് ഞാൻ വിളിച്ചു പറയട്ടെ, നിനക്ക് വേണ്ടി ദൈവിക മഹത്വം വെളിപ്പെടുത്തേണ്ടതിനായിട്ട്, നിന്റെ വിഷയത്തിനകത്ത് ദൈവത്തിന്റെ കരം ചലിക്കേണ്ടതിനായിട്ട്, നിന്റെ തോട്ടിൽ കിടക്കുന്ന നിന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ നിറഞ്ഞുകൊണ്ട് അതിനകത്തുനിന്ന് പുറത്ത് നിന്റെ വിശ്വാസത്തിന്റെ തലത്തെ ഓപ്പൺ ചെയ്യുവാൻ കഴിയാത്തവണ നെഗറ്റീവുകൾ കൊണ്ടിട്ട് ആ നെഗറ്റീവ് വാക്കുകൾ നീ വാത്തുറക്കുമ്പോ പുറത്തു വരുന്ന ആ സ്പിരിറ്റിനെ പരിശുദ്ധാത്മാവ് ഇന്ന് ഹല്ലേലൂയ ദൈവവചനത്തിന്റെ ശക്തിയാ ദൈവം ഇന്ന് ബ്രേക്ക് ചെയ്യുക. ഹല്ലേലൂയ. യേശു കർത്താവ് ടൈം കൊടുത്തില്ല. യേശു കർത്താവ് ഉടനെ പറഞ്ഞൊരു കാര്യമുണ്ട്,
വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. അതേ മാർത്തേ മരിച്ചു എന്ന് എനിക്കറിയാം, 4 ദിവസമായി എന്നറിയാം, നാറ്റം വച്ചെന്ന് എനിക്കറിയാം. പക്ഷേ ഞാൻ നിന്നോട് ഒരു വാക്ക് പറഞ്ഞു, ഈ ദീന മരണത്തിനായിട്ടല്ല, ദൈവനാമ മഹത്വത്തിനായിട്ടത്രേ. അത് ഈ പകൽക്കാലം ഞാൻ വിളിച്ചു പറയട്ടെ, ദൈവം നിന്നോട് ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാറ്റം വയ്ക്കട്ടെ, സ്തോത്രം, ദിവസങ്ങൾ കഴിയട്ടെ, വർഷങ്ങൾ കഴിയട്ടെ, സാധ്യതകളെല്ലാം അസ്തമിച്ചു തുടങ്ങട്ടെ, നീ ആ വിഷയത്തെ മടക്കി വച്ച് കളയട്ടെ. പക്ഷേ ഹല്ലേലൂയ, അതിനെ തിരിച്ചു തരുവാൻ കഴിയുന്നവൻ, അതിനകത്ത് ദൈവത്തിന്റെ മഹത്വത്തെ വെളിപ്പെടുത്തി തരുവാൻ കഴിയുന്നവൻ നിന്റെ ഭവനത്തെ വിസിറ്റിംഗ് ചെയ്യും. ഹല്ലേലൂയ. നിന്റെ കണ്ണുനീരിനെ കാണുന്ന ഒരു കർത്താവ്, നിന്നെ കണ്ട് മനസ്സലിയുന്ന ഒരു കർത്താവ്, നിന്നെ അനാഥരായി വിടാത്ത ഒരു കർത്താവ്. ഹല്ലേലൂയ, സ്തോത്രം. അതേ ഹല്ലേലൂയ. ലാസർ മരിച്ചപ്പോൾ ഒത്തിരി വേദന അവർക്കുണ്ടായി കാണുമായിരിക്കാം. അവർക്കുണ്ടായിരുന്ന ഏക സഹോദരൻ. ഹല്ലേലൂയ. ചുറ്റുപാടുമുള്ളവർ ഒത്തിരി വിമർശനങ്ങൾ നടത്തി കാണുമായിരിക്കാം. നീ ഭവനം തുറന്നു കൊടുത്തല്ലോ, എന്നിട്ടും യേശു കർത്താവ് വന്നില്ലല്ലോ. ഒത്തിരി ചോദ്യങ്ങൾ മൈൻഡിനകത്ത്. ഇതെല്ലാം നിൽക്കുമ്പോഴും എന്റെ യേശു കർത്താവ് ആ ഭവനത്തിലേക്ക് കടന്നു വരുവാൻ മറന്നുപോയില്ല. നിന്റെ വിഷയം അല്പം ലേറ്റ് ആകുന്നത് ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുന്നതിന് വേണ്ടി എത്രേ. ഈ പകൽക്കാലം വിശ്വസിക്കേ, ഒരു ദൈവ പ്രവൃത്തിക്ക് വേണ്ടി എത്രേ. പലരും അത് കാണുവാനായിട്ട് ഇടയായിത്തീരും, അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇതിങ്ങനെ പറഞ്ഞ ശേഷം അവർ കല്ല് നീക്കി എന്ന് നമുക്ക് തിരുവചനത്തിൽ കാണുന്നു. യേശു മേലോട്ട് നോക്കിയിട്ട്, പിതാവേ, നീ എന്റെ അപേക്ഷ കേട്ടതിനാ ഞാൻ നിന്നെ വാഴ്ത്തുന്നു. നീ എപ്പോഴും എന്റെ അപേക്ഷ കേൾക്കുന്നു എന്ന് ഞാൻ അറിഞ്ഞിരിക്കുന്നു. എങ്കിലും നീ എന്നെ അയച്ചു എന്ന് എന്റെ ചുറ്റും നിൽക്കുന്ന പുരുഷാരെ വിശ്വസിക്കേണ്ടതിന് അവരുടെ നിമിത്തം ഞാൻ പറയുന്നു. ഇങ്ങനെ പറഞ്ഞിട്ട് അവൻ ലാസറെ പുറത്തു വരിക എന്ന് ഉറക്കെ വിളിച്ചു. ഇപ്പോൾ പ്രിയ ദൈവമക്കളെ, നാറ്റം വച്ചു, 4 നാളായി, ഇനി പുറത്തു വരികയല്ലെന്ന് പറഞ്ഞ ചില വിഷയങ്ങൾ വർഷങ്ങളായി ദൂത് കേട്ടിട്ട് സാഹചര്യങ്ങളെല്ലാം പ്രതികൂലമായിരിക്കാം, ഇനി ആ വാഗ്ദത്തം നിറവേറാൻ സാധ്യതയില്ല എന്ന് പറഞ്ഞ് എല്ലാം മാറ്റിക്കളയുമ്പോഴും സാഹചര്യത്തെ നോക്കിക്കൊണ്ട് ഇനി ഇതിനകത്ത് യാതൊന്നും നടക്കത്തില്ല എന്ന് നീ പറഞ്ഞു തുടങ്ങുമ്പോ നിന്റെ നാവിമേ ദൈവത്തിന്റെ കരം ചലിക്കും. അത് മാത്രമല്ല, ഈ രാത്രി പൽക്കാലം ഞാൻ പറയട്ടെ, നിന്റെ വിഷയം പുറത്തു വരും. ഹല്ലേലൂയ. നിന്റെ വിഷയം പുറത്തു വരും. സ്തോത്രം. ലോകത്തിന്റെ മുമ്പാകെ നിന്റെ വിഷയം ഒരു ചർച്ചയായി തീർന്നിട്ടുണ്ടോ എനിക്കറിയില്ല. പരിശുദ്ധാത്മ വ്യക്തമായി ഇങ്ങനെ വിളിച്ചു പറയുന്നു, നിന്റെ വിഷയം ലോകത്തിന്റെ മുമ്പാകെ പരസ്യമായിട്ടുണ്ടോ? എന്റെ ദൈവം തമ്പുരാൻ ആ ലോകത്തിന്റെ മുമ്പാകെ പരസ്യമായ ചില വാക്കുകളെ അല്ലെങ്കിൽ താഴ്ത്തി വച്ചുകൊണ്ട് എന്റെ ദൈവത്തിന്റെ മഹത്വം നിന്റെ വിഷയത്തിനകത്ത് വെളിപ്പെടും. പരിശുദ്ധാത്മ വ്യക്തമായി പകൽക്കാലം വെളിപ്പെടുകയാ. സ്തോത്രം. നിന്റെ വിഷയത്തെ, നിന്റെ ഭവനത്തിനകത്ത് നടന്ന ചില വിഷയത്തെ ലോകം അപമാനിക്കാൻ തുടങ്ങിക്കാണുമായിരിക്കാം. ലോകത്തിന്റെ മുമ്പാകെ നിന്നെ നിന്ദിക്കത്തക്ക രീതി പറയുവാൻ തുടങ്ങിക്കാണുമായിരിക്കാം. പക്ഷെ ഈ പകൽക്കാലം പരിശുദ്ധാത്മ പറയുന്നു, അവർക്ക് നിന്ദിക്കപ്പെടുവാൻ, നിന്റെ കുടുംബത്തിനെ സ്തോത്രം അപമാനപ്പെടുത്തുവാനായിട്ട് ദൈവം ഒത്തിരി ടൈം വിട്ടുകൊടുക്കല. എന്റെ നസ്രയനായവന്റെ മഹത്വം വെളിപ്പെടേണ്ടതിനായിട്ട്, എന്റെ സ്വർഗത്തിലെ ദൈവത്തിന്റെ മഹത്വം ചലിക്കേണ്ടതിനായിട്ട്, എന്റെ കർത്താവിന്റെ അത്ഭുത പ്രവൃത്തി ആ വിഷയത്തിനകത്ത് ദൈവം വെളിപ്പെടുത്തും. ഹല്ലേലൂയ. സർവശക്തനായ ദൈവത്തിന്റെ കരം ചലിക്കും. ഇവിടെ കാണുവാൻ സാധിക്കുന്നു. ഇങ്ങനെ പറഞ്ഞിട്ട് അവൻ ലാസറെ പുറത്തു വരിക എന്ന് ഉറക്കെ വിളിച്ചു. മരിച്ചവൻ പുറത്തു വന്നു. അതേ, തീർന്നു. നാറ്റം വച്ചു, ഇനി ഇല്ല എന്ന് പറഞ്ഞ ആ വിഷയം പുറത്തു വന്നു എങ്കിൽ ഈ പകൽക്കാലം ഞാൻ പറയട്ടെ, നിന്നെ നിന്ദിച്ച, നിന്നെ പരിഹസിച്ച ചിലരുടെ വായ്കളെ അടയ്ക്കത്തക്ക രീതിയിൽ ചില മറുപടികൾ മഹത്വത്തോടു കൂടി നിന്റെ ഭവനത്തിനകത്ത് വെളിപ്പെടാൻ പോകിയ അതേ വിഷയത്തെ കല്ലറയ്ക്കകത്ത് ഒതുക്കി വെച്ചതാ. ഹല്ലേലൂയ. അതേ, ചില വിഷയങ്ങളെ ചുരുട്ടി മടക്കി വച്ച് ഇനി തീർന്നു കഴിഞ്ഞു എന്ന് പറഞ്ഞു മാറ്റി വച്ചെടുത്ത് നിന്ന് ദൈവസ്തോത്രം. ഹല്ലേലൂയ. മഹത്വത്തോടു കൂടി, നാറ്റത്തോടു കൂടിയല്ല ലാസർ പുറത്തു വന്നത്, അതേ സുഗന്ധവുമായിട്ട്. ഹല്ലേലൂയ. കാരണം എന്താ? സ്തോത്ര. 12-ാം അധ്യായത്തിൽ ഒരു പന്തിയുണ്ട്. സ്തോത്ര. ഹല്ലേലൂയ. നിന്റെ വിഷയം 11-ാം അധ്യായത്തിൽ കൂടെ തീരുവാനല്ല. എനിക്കറിയില്ല, പരിശുദ്ധാത്മ വ്യക്തമായി പറയുന്നു, 11-ാം മാസത്തിനകത്ത് നീ ചില വേദനകൾ അനുഭവിച്ച് കാണുമായിരിക്കാം, ചില നിന്ദകൾ അനുഭവിച്ച് കാണുമായിരിക്കാം, ചില വിഷയങ്ങൾ അടയ്ക്കപ്പെട്ട് കാണുമായിരിക്കാം. പക്ഷേ ആ 11-ാം മാസം തീരുന്നതിന് മുമ്പേ നിന്റെ വിഷയം തുറക്കപ്പെടും. എന്തിനെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 12-ാം അധ്യായത്തിൽ നിനക്കൊരു പന്തിയുണ്ട്. ഹല്ലേലൂയ. നിന്നെ കൂടെ പന്തിക്കിരുത്തിക്കൊണ്ട് ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുന്നതിന് വേണ്ടി. ഹല്ലേലൂയ.
മഹത്വം വെളിപ്പെട്ട് കഴിഞ്ഞാ അതേ സ്തോത്രം ഒതുക്കാൻ ഈ ലോകത്തിൽ ഒരു ശക്തിക്കും കഴിയത്തില്ല. 12-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോ അവിടെ കാണുന്നു 2-ാം വാക്യത്തിൽ ഇപ്രകാരം കാണുന്നു, അവിടെ അവനൊരു അത്താഴം ഒരുക്കി. മാർത്ത ശുശ്രൂഷ ചെയ്തോ, ലാസറോ അവനോട് കൂടെ പന്തിയിൽ ഇരുന്നവരിൽ ഒരുത്തനായിരുന്നു. ഒരു പന്തി ഒരുക്കുവാൻ ദൈവം പദ്ധതി ഇട്ടിരിക്കുമ്പോ പ്രിയ ദൈവമക്കളെ, 11-ാം അധ്യായത്തിനകത്ത് നിന്റെ വിഷയത്തെ ഒതുക്കുവാൻ ഈ ഉലകത്തിലെ ഒരു ശക്തിക്കും കഴിയത്തില്ല. സ്തോത്ര ഹല്ലേലൂയ. ഒതുക്കാൻ നോക്കാം, അടയ്ക്കാൻ വയ്ക്കാം, ഹല്ലേലൂയ. പക്ഷേ 12-ാം അധ്യായത്തിൽ ഒരു പന്തി നിനക്ക് ഒരുക്കി വച്ചിരിക്കുന്നത് കൊണ്ട് 11-ാം അധ്യായത്തിനകത്ത് വച്ച് തന്നെ എന്റെ ദൈവ തമ്പുരാൻ അത് തുറക്കും, അത് പുറത്തു വരും. 12-ാം അധ്യായത്തിനകത്ത് നിന്നെ ഒരു പന്തിയിൽ ഇരുത്തും. ഹല്ലേലൂയ. 11-ാം മാസം ലാസ്റ്റ് തീരാറായി കാണും. ഞാൻ പറയട്ടെ, നീ പുറത്തു വരുന്ന സമയമത്രേ, പുറത്തു വരുന്ന ഒരു സമയമത്രേ. 12-ാം അധ്യായത്തിൽ ചിലരുടെ മധ്യത്തിൽ നിന്നെ ഇരുത്ത് മാനിക്കേണ്ടതിനായിട്ട്, നിന്നെ ഉയർത്തേണ്ടതിനായിട്ട് എന്റെ കർത്താവിന്റെ പദ്ധതി നിന്റെ മേൽ കിടക്കുമ്പോ മഹത്വം നിന്റെ മേൽ ചലിക്കുവാനായിട്ടിടയത്തരും. അതേ സ്തോത്രം ഹല്ലേലൂയ. 12-ാം അധ്യായത്തിൽ ഒരു പന്തി ഉണ്ട്, പക്ഷേ അവിടെ കർത്താവ് അത്ഭുതം ചെയ്തില്ലെങ്കിൽ അവിടെ ഒരു വേദന അനുഭവിക്കുന്ന അനുഭവം. പക്ഷേ അതേ സ്തോത്രം അവര് ഒരുത്തനായിട്ട് ഈ ലാസറിനെ കൂടിക്കൊണ്ടിരുത്തി. പ്രിയതേ മക്കളെ, സ്തോത്രം. ഈ പൽക്കാലം ഞാൻ പറയട്ടെ, നിന്റെ ജീവിതത്തിനകത്ത് ഒരു അസാധാരണമായ ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടും. ഹല്ലേലൂയ. 2025 തീരുന്നു. ഹല്ലേലൂയ. എന്റെ ജീവിതത്തിനകത്ത് ഒരു വിടുതൽ നടന്നില്ലല്ലോ എന്ന് നിങ്ങൾ ഭാരപ്പെടുമ്പോ ഈ പകൽക്കാലം ഞാൻ പരിശുദ്ധാത്മ വിളിച്ചു പറയട്ടെ, അതേ സ്തോത്രം, ക്ലോസ് ചെയ്ത ചില സബ്ജക്റ്റുകളെ ദൈവം തമ്പുരാൻ കൈകാര്യം ചെയ്യും. നീ ആ വിഷയത്തെ കർത്താവിന്റെ കരത്തിൽ കൊടുത്തു കാണുമായിരിക്കാം, പക്ഷേ കർത്താവ് മൗനമായിട്ട് ഇരുന്ന് കാണുമായിരിക്കാം. തുടർന്നുള്ള സമയങ്ങൾ കഴിഞ്ഞപ്പോ നിന്റെ വിഷയം ക്ലോസ് ചെയ്ത് കാണുമായിരിക്കാം. പക്ഷെ ഈ പകൽക്കാലം പരിശുദ്ധാത്മാവ് ഞാൻ വിളിച്ചു പറയട്ടെ, അതേ സ്തോത്രം, ക്ലോസ് ആയ ചാപ്റ്ററുകളെ, ആ ക്ലോസ് ചെയ്യാനുള്ള ചാപ്റ്ററുകളെ ദൈവം തമ്പുരാൻ ഓപ്പൺ ചെയ്യും. ഹല്ലേലൂയ. അതേ സ്തോത്രം, പുറത്തു വരും. ഹല്ലേലൂയ. അതേ ലാസർ പുറത്തു വന്നു. അവിടെ പറയുന്നു, അവന്റെ കൈയും കാലും ശീല കൊണ്ട് കെട്ടിയും മുഖം റൂമാൽ കൊണ്ട് മൂടിയിരുന്നു. അവന്റെ കെട്ടയക്കുവേൻ, അവൻ പോകട്ടെ എന്ന് യേശു അവരോട് പറഞ്ഞു. കെട്ടപ്പെട്ടവനായിരിക്കിടന്ന ലാസറിന്റെ കെട്ടയച്ച് അവന് പന്തിക്ക് കൊണ്ട് ഇരുത്തുവാനായിട്ടിടയേറ്റുന്നു വയ്ക്കൽ. ഒരു 11-ാം അധ്യായത്തിനകത്ത് മാത്രമേ നിന്നെ കെട്ടി ഒതുക്കാൻ കഴിയത്തുള്ളൂ. പക്ഷെ അധ്യായം തീരുന്നതിന് മുമ്പേ നിന്റെ കെട്ടിനെ അഴിപ്പാൻ പറയുന്നവൻ നിന്റെ ഭവനത്തിനകത്ത് കടന്നു വരും. സ്തോത്രം. ചില വിഷയങ്ങളെ കെട്ടി ഒതുക്കി കൈയും കാലും അനക്കാൻ കഴിയാതെ ഇനി നീ പുറത്തു വരരുത്, സുഗന്ധം പുറത്തു വരരുത്. ഇതോടുകൂടി നിന്റെ ഭവനത്തിന്റെ ചാപ്റ്റർ തീർണമെന്ന് പറയുമ്പോ കെട്ടയപ്പാൻ പറയുവാൻ അധികാരമുള്ളവൻ, ഹല്ലേലൂയ, പുറത്തു കൊണ്ടുവരുവാൻ അധികാരമുള്ളവൻ നിന്റെ ഭവനത്തിനകത്ത് കടന്നു വരും. ഈ പകൽക്കാലം ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. നീ കേട്ട ദൈവ ശബ്ദത്തെ ആരും നിന്റെ കൂടെ നിൽക്കണ്ട, നിന്നെ സപ്പോർട്ട് ചെയ്യുക, നിന്നെ ഒന്ന് സ്തോത്ര വിശ്വാസത്തിൽ ഉറപ്പിക്കാൻ ആരും നിൽക്കണ്ട. പക്ഷെ നീ കേട്ട ഒരു ദൈവശബ്ദം മാർത്തയോടും മറിയരോടും യേശു കർത്താവ് പറഞ്ഞു, ഈ ദീന മരണത്തിനായിട്ടല്ല, ഇതിനെ നീ വിശ്വസിക്കേ. ഈ പകൽക്കാലം പ്രശ്നങ്ങൾ തലപൊക്കി തുടങ്ങിയപ്പോ നീ കേട്ട ദൈവശബ്ദം ചിലപ്പോ നീ ഡയറി കുറിപ്പിൽ എഴുതി വച്ചിട്ടുണ്ടായിരിക്കാം. അതിന് ഈ പകൽക്കാലം തികഞ്ഞു നോക്ക്, അതിനെ എടുത്തു നോക്കിയിട്ട് കർത്താവ് ഈ വിഷയത്തിനകത്ത് അങ്ങ് പറഞ്ഞത് ഇതാണല്ലോ എന്ന് പറഞ്ഞേ അതിനെ എടുത്തു വച്ച് നീ പ്രാർത്ഥിക്കാൻ തുടങ്ങ്. ഈ പകൽക്കാലം ഞാൻ പറയട്ടെ, നീ അതിന് വിശ്വസിക്കുവാൻ തയ്യാറാക്കുമ്പോ ദൈവത്തിന്റെ മഹത്വം ചലിക്കും. വചനത്തിൽ വ്യക്തമായി പറയുന്നു, മാർത്ത പറഞ്ഞു, നാറ്റുവച്ച് 4 ദിവസമായി. യേശു മാർത്ത അടുത്ത് പറഞ്ഞു, വിശ്വസിച്ച നീ ദൈവമഹത്വം കാണും. ഞാൻ പറഞ്ഞല്ലോ, ദൈവിക പ്രവർത്തികൾ വെളിപ്പെടുന്നത് കൂട്ടത്തോടെ ആയിരിക്കില്ല. അതിന് പക്ഷെ കൂട്ടത്തോടെ ആണെങ്കിലും അതിന് വില കൊടുക്കേണ്ടവൻ ഒറ്റ വ്യക്തിയായിരിക്കും. അതുകൊണ്ടാണ് യേശു കർത്താവ് മാർത്ത, നീ വിശ്വസിച്ച. അങ്ങനെയൊക്കെ ഇന്ന് ഈ കുടുംബം ചിലപ്പോൾ കേൾക്കുന്നുണ്ടായിരിക്കാം. ഇതിനകത്ത് പ്രാർത്ഥിക്കുന്ന ദൈവ പൈതലെ, കർത്താവിന്റെ ശബ്ദം കേട്ട് മുന്നോട്ട് പോകുന്ന ദൈവ പൈതലെ, നീ വിശ്വസിക്കാൻ തയ്യാറാക്ക്. ഹല്ലേലൂയ. അവിശ്വാസത്തെ മാറ്റേ, അതിന്റെ മുമ്പിലുള്ള സാധ്യതകളെ മാറ്റിക്കളയാ. അത് നമ്മുടെ മുമ്പിലുള്ള സാധ്യതകളെ മാറ്റിക്കഴിഞ്ഞിട്ട് നമ്മോട് വാഗ്ദത്തം ചെയ്ത ദൈവത്തിന്റെ സാധ്യതയിലേക്കൊന്ന് നോക്ക്. മരിച്ചതിനെ ഉയർപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുന്ന ദൈവം ആ കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്ക. 11-ാം മാസം തീരുന്നതിന് മുമ്പേ ചില ദൈവിക മഹത്വങ്ങൾ നിങ്ങളുടെ വെളിപ്പെടും. 12-ാം മാസത്തെ ചിലരുടെ മുമ്പാകെ പന്തിക്കിരുത്തിക്കൊണ്ട് ദൈവത്തിന്റെ നാമത്തെ മഹത്വപ്പെടുത്തത്തക്ക രീതി ഒരു
ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടും. ഈ പകൽക്കാലം ഞാൻ പറയട്ടെ, വിശ്വസിച്ച നീ ദൈവത്തിന്റെ മഹത്വം കാണും. ആമേ. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, ശബ്ദം ശ്രമിക്കുന്നവരുടെ ജനത്തെ ദൈവകരങ്ങൾ ഏൽപ്പിക്കുന്നു. സ്വർഗത്തിലെ ദൈവത്തിന്റെ കരം തന്റെ ജനത്തിന്റെ മേൽ വെളിപ്പെടട്ടെ. വാഗ്ദത്തങ്ങൾ കേട്ടിട്ട് നാളുകളായി ഇനി നടക്കത്തില്ല എന്ന് പറഞ്ഞ് ചാപ്റ്റർ ക്ലോസ് ചെയ്ത അധ്യായങ്ങൾ ഈ പകൽക്കാലം വിശ്വാസത്താൽ അവർ ചിലത് പുറത്തെടുക്കട്ടെ. തന്റെ ജനത്തിനു വേണ്ടി അത്ഭുതങ്ങൾ നടക്കട്ടെ. കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന ചില വിഷയങ്ങൾക്ക് കർത്താവേ, ദൈവിക ശബ്ദങ്ങൾ കേട്ട ചില വിഷയങ്ങളുടെ മറുപടികൾ ഈ 11 മാസം തീരുന്നതിന് മുമ്പേ തന്റെ ജനത്തിന്റെ മേൽ വെളിപ്പെടട്ടെ. യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ, യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ ചില ചാപ്റ്റർ ക്ലോസ് ചെയ്ത വിഷയങ്ങൾ പുറത്തു വരട്ടെ. നാട്ടം വച്ച ചില വിഷയങ്ങൾ പുറത്തു വരട്ടെ. ഒതുക്കി വച്ച ചില വിഷയങ്ങൾ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പുറത്തു വരട്ടെ. കെട്ടി ഒതുക്കി വച്ച ചില വിഷയത്തിന്റെ മറുപടികൾ ഇനി ഇതിനകത്ത് യാതൊരു ചലനവും ഉണ്ടാകത്തില്ലെന്ന് പറഞ്ഞ് കെട്ടി ഒതുക്കി വച്ച ചില വിഷയങ്ങൾ യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തെ ഈ പകൽക്കാലം അതിനകത്ത് ഒരു ദൈവിക മഹത്വം വെളിപ്പെട്ട് തന്റെ ജനത്തിന്റെ മേൽ പുറത്തു വരട്ടെ. മറുപടിയായി വെളിപ്പെടട്ടെ. കർത്താവിനെ വേദനിച്ചതിന് ഒത്തവണ്ണം കർത്താവെ അതിനപ്പുറമായിട്ട് ഒരു ദൈവ മഹത്വത്തോടു കൂടെ 12 മാസത്തെ ഇവർ ചില പന്തിക്ക് ഇരിക്കത്തക്ക രീതിയിൽ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടണം. കർത്താവ് അത്ഭുതം ചെയ്യുന്നതിനായി സ്തോത്രം. അങ്ങോട്ട് ജനത്തെ ദൈവകരങ്ങൾ ഏൽപ്പിച്ച് പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ തന്റെ ജനത്തെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. അങ്ങോട്ട് നാമ മഹത്വമായി തീരട്ടെ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ.